ഖാമ, ദ ഗ്രേറ്റ് ഖാമ. ഇങ്ങനെ പറഞ്ഞാൽ പലർക്കും മനസ്സിലായെന്ന് വരില്ല. പക്ഷേ മലൈക്കോട്ട വാലിബൻ, ഗുസ്തിയിൽ തോൽവിയറിയാതെ ലോക ചാമ്പ്യന്മാരെ വരെ മലർത്തിയടിച്ച മല്ലൻ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കൈക്കരുത്തിന് മുമ്പിൽ ഇന്ത്യക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതിയവർക്ക് ആത്മവിശ്വാസം പകർന്നവൻ, ഗുലാം മുഹമ്മദ് ബക്ഷ് എന്ന ദ ഗ്രേറ്റ് 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 ഖാമ. കൂടുതൽ അറിയാം അതിനു മുമ്പ് വെൽക്കം ബാക്ക് ജി ബ്രോസ്. വർഷം 1880 മെയ് മാസം 22-ാം തീയതി. സ്ഥലം പഞ്ചാബിലെ അമൃത്സർ. അവിടെയാണ് ആ ഇതിഹാസ താരം ജനിച്ചത്, ഗുലാം മുഹമ്മദ് ബാഷ്. അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് അസീസ് പ്രശസ്തനായ ഒരു ഗുസ്തി താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ പരിശീലനം ലഭിക്കും. തന്റെ ദൃഢമായ ശരീരവും ആരെയും കൂസാതെയുള്ള മനോഭാവവും പിന്നെ പിതാവിന് കീഴിലുള്ള ചിട്ടയായ പരിശീലനവും അദ്ദേഹത്തെ മികച്ചൊരു ഗുസ്തിക്കാരനാക്കി മാറ്റിയിരുന്നു. ആ സമയത്താണ് ജോധ്പൂരിൽ മഹാരാജാവ് ശക്തിമാൻ എന്ന ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നത്. നാനാ പ്രദേശത്തുള്ള 400-ലധികം പ്രശസ്തരായ ഗുസ്തിക്കാർ പങ്കെടുത്ത ഒരു മത്സരമായിരുന്നു ഇതിൽ. കാട്ടുകൊമ്പനെ പോലെ നിരന്നു നിൽക്കുന്ന ആ മല്ലന്മാർക്കിടയിലേക്ക് വലതുകാൽ വെച്ചുകൊണ്ട് ഒരു 10 വയസ്സുകാരൻ കടന്നു വരുന്നു, ഗുലാം മുഹമ്മദ് ബാഷ്. മതയാനകളെ പോലെ നിൽക്കുന്ന ഈ ഫയൽമാനുകൾ ആ 10 വയസ്സുകാരനെ നിഷ്പ്രയാസം മലർത്തിയടിക്കുമെന്ന് പ്രതീക്ഷിച്ചവരുടെ മുമ്പിൽ നിന്ന് ആ 10 വയസ്സുകാരൻ ധീരമായി പൊരുതി. അവൻ ആർക്കും കീഴടങ്ങിയതില്ല. അവനെ കീഴടക്കാൻ വന്നവരെയെല്ലാം അവൻ മലർത്തിയടിച്ച് മുന്നേറിക്കൊണ്ടേയിരുന്നു. ആ ഗോതയിലാകെ പൊടിപടലങ്ങൾ നിറഞ്ഞു. മത്സരം അവസാനിച്ചപ്പോൾ അപരാജിതരായി അവശേഷിച്ചത് 15 പേർ. അതിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് അവനുമുണ്ടായിരുന്നു, ഖാമ. എല്ലാവരും അവനെ ബഹുമാനപൂർവ്വം ദ ഗ്രേറ്റ് ഖാമ എന്ന് വിളിച്ചു. ഖാമ അജയ്യനായിരുന്നു. പങ്കെടുത്ത ഒരു മത്സരത്തിലും ഖാമ പരാജയം അറിഞ്ഞിട്ടില്ല. ഖാമയുമായി സമനില പിടിക്കാൻ പല ഗുസ്തിക്കാരും നന്നെ വിയർക്കേണ്ടി വന്നു. മധ്യപ്രദേശിലെ രാജാവ് ഭവാനി സിംഗ് ഗുലാം മുഹമ്മദിനെയും സഹോദരൻ ഇമാം ബക്ഷിനെയും എതിരാളികളിൽ നിന്നും സംരക്ഷിച്ചു വന്നത് ഖാമയായിരുന്നു. അദ്ദേഹത്തിന്റെ ശക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ തന്റെ 22-ാം വയസ്സിൽ ബറോഡയിൽ വെച്ച് ഏകദേശം 1200-ഓളം കിലോഗ്രാം ഭാരവും 2.5 അടി ഉയരവുമുള്ള ഒരു ഭീമാകാരമായ കല്ല് അദ്ദേഹം വെറും കൈയോടെ എടുത്തുയർത്തുകയുണ്ടായി. ആ ഭീമാകാരമായ പാറ ഒരു മനുഷ്യൻ വെറും കൈയോടെ എടുത്തുയർത്തി എന്നത് ഇന്നും പലർക്കും വിശ്വസിക്കാനാകാത്ത ഒരു കാര്യമാണ്. 1902-ൽ രാജാവിന് തന്റെ ശക്തി കാണിക്കുവാൻ വേണ്ടിയായിരുന്നു ഖാമയുടെ ഈ അഭ്യാസ പ്രകടനം. 1895 ആയപ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ പ്രശസ്ത ഗുസ്തിക്കാരെയും ഖാമ മലർത്തിയടിച്ചിരുന്നു. അപരാജിത കിരീടം ചൂടി ഖാമ നിലകൊണ്ടു. ഖാമയുമായിട്ടാണ് മത്സരം എന്നറിഞ്ഞാൽ പലരും മത്സരത്തിന് പോലും നിൽക്കാതെ തോൽവി സമ്മതിച്ച് മടങ്ങുന്ന അവസ്ഥ വരെയായി. എങ്കിലും ഇന്ത്യയിലും വിദേശത്തുമായി ഖാമ ഒട്ടനവധി ഗുസ്തിക്കാരെ മലർത്തിയടിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയ ഒരു എതിരാളി ഒരു ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു, റഹീം ബക്ഷി. അപ്പോഴാണ് 1910-ൽ ലണ്ടനിലെ ജോൺ ബുഷ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഖാമ പങ്കെടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉയരക്കുറവ് കാരണം അദ്ദേഹത്തിന് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം ലഭിച്ചില്ല. പക്ഷെ അദ്ദേഹം നിരാശനാകാതെ ലണ്ടനിൽ തന്നെയുള്ള മറ്റ് ഗുസ്തിക്കാരുമായി അനൗദ്യോഗികമായിട്ടുള്ള മത്സരങ്ങളിൽ ഏർപ്പെടുകയും വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെ പതുക്കെ പ്രശസ്തി ആർജിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അമേരിക്കൻ ചാമ്പ്യനായ ജോൺ ബെഞ്ചമിനെ വെറും 3 മിനിറ്റ് കൊണ്ട് ഖാമ നിലംപരിശാകുന്നത്. ഇത് വളരെ വലിയ വാർത്തകൾ സൃഷ്ടിക്കുകയും ഖാമയ്ക്ക് നേരിട്ട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തു. ചാമ്പ്യൻഷിപ്പിൽ ഖാമയുടെ എതിരാളി ലോക ചാമ്പ്യനായ സ്റ്റാനിസ്ലാവ് സിബിസ്കോ എന്നയാളായിരുന്നു. തന്നെക്കാൾ ഉയരവും തൂക്കവും കുറഞ്ഞ ഖാമയെ കണ്ട സിബിസ്കോ വളരെ നിഷ്പ്രയാസത്തിലുള്ള വിജയം പ്രതീക്ഷിച്ച് മത്സരത്തിനിറങ്ങുന്നു. എന്നാൽ ലോക ചാമ്പ്യൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും ഖാമയെ തോൽപ്പിക്കാനായില്ല. അദ്ദേഹം വളരെ ധീരമായി പോരാടിക്കൊണ്ടിരുന്നു. അവസാനം ആ മത്സരം സമനിലയിൽ അവസാനിച്ചു. പ്രശസ്തനല്ലാത്ത ഒരു ഇന്ത്യക്കാരന് മുമ്പിൽ മത്സരം സമനിലയിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് ലോക ചാമ്പ്യന് വളരെ നിരാശയുണ്ടാക്കി. മാത്രമല്ല ഖാമയ്ക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മത്സരത്തിൽ നിൽക്കാതെ മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ ഖാമ ലോക ചാമ്പ്യനായി മാറി. പിന്നീട് സിബിസ്കോയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും
ഗാമ ഇന്ത്യയിൽ വെച്ചിട്ട് സിബിസ്കയോ മലർത്തിയടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാമയുടെ കടുത്ത ഒരു ആരാധകൻ കൂടിയായിരുന്നു ബ്രൂസ്ലി. ബ്രൂസ്ലി ഗാമയെ പറ്റി കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാമയുടെ പല പരിശീലന മുറകളും ബ്രൂസ്ലി അനുകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ കുടിയേറിയ അദ്ദേഹം 1963 മെയ് 20 അന്തരിച്ചു. ഇത്രയും മഹാനായ അജയനായ ഫയൽമാൻ, ദ ലയൺ ഓഫ് പഞ്ചാബ്, ദ ഗ്രേറ്റ് 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 ഗാമ. എത്ര തന്നെ മഹാനായിട്ടും അദ്ദേഹത്തിന്റെ അവസാന കാലം കഷ്ടപ്പാടിന്റെയും അവഗണനയും നിറഞ്ഞതായിരുന്നു. എങ്കിലും ദ ഗ്രേറ്റ് ഗാമ ഇന്നും ഒരുപാട് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു, അപരാജിതനായി തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് സൗജന്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈക്ക് ചെയ്യലും സബ്സ്ക്രൈബ് ചെയ്യലും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കണേ. മാത്രമല്ല ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ.